ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതി ഷെരീഫുൽ ഇസ്ലാം മോഷണശ്രമത്തിനിടെ നടത്തിയ ആക്രമണം എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ശാസ്ത്രീയ തെളിവുകളും സമർപ്പിച്ചു. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ ശ്രീനാഥ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കുറ്റപത്രത്തിൽ? ജനുവരി 16 സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ വസതിയിലേക്ക് അർദ്ധരാത്രി അതിക്രമിച്ചു കയറുകയും നടനെ ആക്രമിക്കുകയും ചെയ്തത്. ഷെരീഫുൽ ഇസ്ലാം എന്ന ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതി എന്ന് പിന്നാലെ പോലീസ് കണ്ടെത്തുകയും ഇയാളെ ഥാനയിൽ വെച്ച് പിടികൂടുകയും ചെയ്തിരുന്നു. പിന്നാലെ തെളിവെടുപ്പ് നടത്തുകയും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. ഏതായാലും 1000 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ ബാന്ദ്രയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കുത്താൻ ഉപയോഗിച്ച കത്തി ആ സ്ഥലത്ത് നിന്നും അതിന്റെ ഭാഗങ്ങൾ അവിടെ നിന്നും കിട്ടുകയും നടന്റെ ശരീരത്തിൽ അതിന്റെ ഒരു ഭാഗം കിട്ടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. മാത്രമല്ല, ഈ പ്രതിയുടെ ഇടത് കൈയുടെ വിരലടയാളം ഈ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തി ഇയാൾ തന്നെയാണ് പ്രതി എന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ ഒരു മോട്ടീവ് അത് മോഷണശ്രമമായിരുന്നു എന്നും ഈ കുറ്റപത്രം പറയുന്നു. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായാണ് ഇയാൾ മുംബൈയിലേക്ക് എത്തിയത്. ആദ്യം കൊൽക്കത്തയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നാലെ മുംബൈയിലേക്ക് വരികയും പിന്നീട് നടന്റെ വീട് ആക്രമിക്കുകയായിരുന്നു. കുട്ടികളുടെ മുറിയിലേക്ക് ആദ്യം എത്തി കുട്ടികളെ തടങ്കലിലാക്കി പണം ആവശ്യപ്പെടുകയായിരുന്നു ഇയാൾ ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. നടൻ ഈ ശബ്ദം കേട്ട് അവിടേക്ക് എത്തുകയും ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ആക്രമിക്കുകയുമായിരുന്നു. ഏതായാലും അന്ന് ജനുവരി 16 പരിക്കേറ്റ് ആശുപത്രിയിലായ നടൻ പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ മേഖലയിൽ തന്നെ വലിയ പോലീസ് പെട്രോളിംഗും മറ്റും ഏർപ്പെടുത്തിയതാണ്. നടന്റെ വീട്ടിൽ പ്രത്യേകമായി ചില സുരക്ഷാ സംവിധാനങ്ങൾ കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.